സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. ബിപിൻ വാലിൽ. നമുക്ക് ഇന്ന് യാദൃച്ഛികമായിട്ടുള്ളൊരു യാത്രയിൽ മധുരയിൽ വന്നപ്പോൾ യാനമല എന്നുള്ളൊരു സ്പോട്ടിനെ പറ്റി പറഞ്ഞിരുന്നു, കേട്ടു. അതൊന്ന് കണ്ടിട്ട് പോയേക്കാം, ഒന്ന് കേട്ടിട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന നടപ്പ് അധികമാണ്, കുത്തനെയുള്ള കയറ്റങ്ങളാണ്. ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് വന്നത്, മിസ്റ്റർ വിജീഷ്. പക്ഷേ അദ്ദേഹം വളരെ സ്പീഡിൽ എനിക്ക് മുന്നേ കയറി അങ്ങ് മുകളിൽ ചെന്നിരിക്കുകയാണ്. ഞാനോ നടന്ന് ഇങ്ങനെ ഇവിടം വരെ എത്തി. ഇത് അത്യാവശ്യം മുകളിലെത്തി, എന്നാലും ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഓൾമോസ്റ്റ് ഈ മധുര ടൗണിൻ്റെ ഒത്തക്കടൈ മാട്ടുത്താവണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെയുള്ളൊരു ബസ് സ്റ്റാൻഡാണ്, മെയിൻ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അവിടുന്ന് മധുര റോഡിലേക്ക് പോകുന്ന ഒരു വഴി ഒത്തക്കട എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് ഈ സ്പോട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നിന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൗണിൻ്റെ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ്. കണ്ടോ, സംഗതി വെയിലിൻ്റെ കട്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ 38 ഡിഗ്രി ചൂടിനെയാണ് കാണിക്കുന്നത്. ഇതിനും കട്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ നമ്മൾ മലയുടെ മുകളിലേക്ക് വലിയ പറപ്പുറത്തേക്ക് വരുന്നപ്പോൾ ചെറിയ കാറ്റെങ്കിലും പ്രതീക്ഷിച്ചു, അതൊന്നും ഉണ്ടായില്ല. ഇവിടെ സുഹൃത്ത് എന്തോ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. എന്താണ് കണ്ടതെന്ന് അവരോട് തന്നെ ചോദിക്കാം. അല്ല, ഇത്ര മുകളിൽ പോയിട്ട് എന്താ കണ്ടത്? യാനമല പാത്തിരിക്കുന്നതാണ് അവൻ പറയുന്നത്. ഒരു പാതി മുറി തമിഴാണ് അവൻ പറയുന്നത്. തമിഴ്നാട് മുഴുവൻ പാക്കലാണ് കാര്യം. ശരി, തിരിച്ചിറങ്ങാമെന്നാണ് പറയുന്നത്. മുഴുവൻ മുകളിലേക്ക് കാണിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ ചേട്ടാ, ഇവിടെ ഇതില്ല, പിടിവള്ളികളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ സൂക്ഷിച്ചിറങ്ങണമെന്നാണ് നമ്മുടെ മച്ചാൻ പറയുന്നത്. കാര്യം കുറച്ച് തള്ളലുണ്ടെങ്കിലും സത്യാവസ്ഥയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഇതാണ് കയറിപ്പോകുന്നത്. കാര്യം വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി, എങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി ചെയ്തതാണ്. നിങ്ങൾക്കാർക്ക് അറിയില്ലെങ്കിൽ ഈ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ ഞാനിത് വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനായിട്ട് ഇട്ടേക്കാം. വീണ്ടും നമ്മൾ ഇറങ്ങി തുടങ്ങുകയാണ്. സംഗതി പിടിക്കാനൊരു ചെറിയ കൈപ്പിടി ഉണ്ട്, പക്ഷേ അത്രയ്ക്ക് നല്ല സേഫായിട്ടുള്ളൊരു സംഭവമല്ല. എന്നാലും അവിടെ ഇറങ്ങിപ്പോകുന്നു. വിജീഷ്, നീ മോളിൽ പോയിട്ട് എന്താ കണ്ടത്? പക്ഷെ ഇവിടെ വേറെ മനുഷ്യന്മാരും കാണാനില്ലല്ലോ. ടൂറിസ്റ്റുകൾ അത്രയ്ക്കാണ്ട് പോലെ എന്നുള്ള ഒരു സ്ഥലം കേട്ടോ.
അടച്ച സ്പോട്ടിൽ അതെ 5:30 ജിഷ പതുക്കിറങ്ങടാ. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇങ്ങനെയാണ് ഞങ്ങൾ കയറി താഴേന്ന് കയറി വന്ന് മുകളിലേക്ക് പോകുന്നത്. ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു, പാതി തുറന്ന നിലയിൽ ഇങ്ങനെ മറിച്ചിരിക്കുന്നു. തള്ളി കയറി പോര് ചെയ്തത് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞു കൊടുത്തത്. കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. താഴെ വീടുകളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. വിജീഷ് തിരക്കടിച്ചു തുടങ്ങി. വീഡിയോ എടുക്കണ്ടോ? പിന്നല്ലാതെ വിജീഷിന് ഭയങ്കര പേടി വീഡിയോ എടുത്തപ്പോൾ. ആ കണ്ടോ, വെക്കത് അങ്ങനെയാണത്. വിജീഷ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ മതിയാക്കും എന്ന് പറഞ്ഞു. മധുരൈ ജിഗർ കട്ടായി കട്ടാക്കില്ല. കട്ടാകുമ്പോൾ ടൈം കട്ടാവും. സമാധാനപ്പെട് വിജീഷ്, വേണ്ട സമയത്ത് അതെല്ലാം ലഭ്യമാകും. ഇതാണ് എൻ്റെ എൻട്രൻസ് ബോർഡ്. അപ്പോൾ ഓക്കെ, ഇന്ന് തിരിച്ച് ഞങ്ങൾ മറ്റേ മെയിൻ റോഡിലേക്ക് ഇറങ്ങി വന്നവർക്ക് വണ്ടി ഇടിക്കാനുള്ള പരിപാടിയാണ്.
ഇനി അടുത്തതായിട്ട് മധുരൈ ജിഗർതാണ്ട്ര എന്ന് പറഞ്ഞൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ടാവും, ചായക്കട ഷോപ്പുണ്ടെന്നൊക്കെ പറയുന്നു. എങ്കിൽ ശരി ഒന്ന് അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ച് സൈക്കിൾ നടക്കണം, വണ്ടിയെടുക്കാൻ നടക്കുകയാണ്, വണ്ടിയിലെത്തി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ മധുര വരുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് കണ്ടിട്ട് തന്നെ പോകുക. സംഭവം കുഴപ്പമില്ല, പക്ഷേ ഒരു വൈകുന്നേരം ഒരു 4 മണി 5 മണി സമയത്ത് കയറുകയാണെങ്കിൽ കുറച്ച് വെയിൽ കുറച്ച് കണ്ടാൽ മതി. ഈ തിരക്കൊന്നുമില്ല, കൂട്ടമൊന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും നന്ദി.